ഹായ് ഹലോ. അന്ന് പിന്നെ ഞങ്ങൾ വീഡിയോസൊന്നും ഇട്ടില്ല അല്ലേ, നോമ്പ് തുറക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ ഞങ്ങളന്ന് ലൈമ് വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി, ബത്തൊക്കെ കട്ട് ചെയ്ത് വാങ്ങി, പിന്നെ പഴംപൊരിയും കട്ട്ലറ്റും പയന്നറവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് പിന്നെ പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അവിടെ ഏതോ ബീച്ചിൻ്റെ വേറെ ഏതോ ഒരു സൈഡിലാണ് എത്തിയത്. നല്ല പച്ച, അപ്പുറത്തും പച്ച വിരിച്ച് നല്ലൊരു നടുവിലൊരു വഴിയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചൊക്കെ ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു സൈഡിൽ കുറേ ആളുകൾ നോമ്പുറക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. വേറൊരു സൈഡിൽ ചീട്ട് കളിക്കുന്നുണ്ട് ബാക്കിൽ. പിന്നെ അപ്പുറത്ത് വേറെ ടീം അലങ്കാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരുക്കുന്നുണ്ട് ഓല്, ലൈറ്റൊക്കെ അലങ്കരിച്ചുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല പരന്നൊരു പാറ കണ്ടു. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് ആദ്യം പ്ലാൻ ഇട്ടു. പിന്നെ അത് വേണ്ട വിചാരിച്ച് ഒരു ലുങ്കിയൊക്കെ വിരിച്ച് കണ്ട് ഇവിടെ ഇരുന്നു. തൽക്കാലം മണൽപ്പുറത്ത് തന്നെ ഇരുന്ന് ഒക്കെ സെറ്റായി. ബാങ്ക് കൊടുത്തു, തുറന്നു കേട്ടോ. ഒക്കെ തുറക്കലൊക്കെ തുടങ്ങി. നല്ല വലിയ പഴംപൊരിയൊക്കെയും, നല്ല വലിയ പഴംപൊരിയും കട്ട്ലറ്റും എല്ലാതും നല്ല വലുത്. ഞങ്ങൾ വെറുതെ ഒരു തുണി വെച്ചിരുന്നു, അതുകൊണ്ട് അതായി. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നു, അതുകൊണ്ട് അതെ. കട്ട്ലറ്റ് ഉണ്ട്, പഴംപൊരി, പയന്നറവ്, ബത്തക്ക, നാരങ്ങ, ലൈമതാ കുടിച്ചോളി. എത്ര കാണും വലുതെന്നോ? എല്ലാ സാധനവും ഉണ്ട്, നല്ല വലുപ്പം. കട്ട്ലറ്റും പഴംപൊരി ഒക്കെ വലുതാണ്. അവിടെ ഒരു ടീം, അവിടെ ഒരു ടീം നോമ്പറക്കണേ, അവിടെ ഒരു ടീം നോമ്പറക്കണേ, ഇവിടെ ഒരു ടീം നോമ്പറക്കണേ. പിന്നെ അത് ആ സൈഡിലൊക്കെ നോമ്പറക്കണ ആളുകളുണ്ട്. നോമ്പറക്കം വന്നിക്കണ കാക്കന്നാ കാക്ക